ഹായ് ഫ്രണ്ട്സ്, കുംഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. ഇന്നത്തെ വീഡിയോ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സെൽഫ് ഡിഫൻസ് ടെക്നിക്കുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ പഠിക്കാനും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ചെറിയ ടെക്നിക്കുകളാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ടെക്നിക്ക് ചെയ്യാൻ വേണ്ടി ഇന്ന് എന്റെ കൂടെയുള്ളത് എന്റെ മോളാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ടെക്നിക്ക് ചെയ്യാം. അപ്പൊ നമ്മള് ആക്രമിക്കണം, ഒരു പഞ്ചടിച്ച ആളെ ആക്രമിക്കണം. അപ്പൊ ഒരു പഞ്ച് വന്നു കഴിഞ്ഞാണെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യാം, ഒരു കൗണ്ടർ അറ്റാക്ക് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പം ഓപ്പണന്റിന്റെ ഞാൻ പഞ്ച് ചെയ്യുകയാണ്. അപ്പൊ പഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു മൂവ്മെന്റ്, ഒരു കൗണ്ടർ മൂവ്മെന്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫേസിലേക്ക് നല്ല ഫോഴ്സ് കൊടുത്തിട്ട് ഇതുപോലെ നല്ലൊരു ഫോഴ്സിൽ പഞ്ചടിച്ചെന്നുണ്ടെങ്കിൽ ആളപ്പ താഴെ വീഴും. ശരിക്കും നമ്മൾ ഈ ഒരു ഭാഗത്താണെങ്കിൽ പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു കിക്ക് കിട്ടുന്ന സമയത്ത് നല്ലൊരു ഫോഴ്സ് ഉണ്ടാവും. അത് നമുക്ക് അടുത്തൊരു ടെക്നിക്ക് നോക്കാം. അപ്പൊ ഈ ടെക്നിക്കിൽ നമ്മൾ ഫേസിലേക്ക് തന്നെ പഞ്ച് ചെയ്യണം. അപ്പൊ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ മാറിയതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഇപ്പൊ ഫസ്റ്റ് ടൈം നമ്മൾ മാറിയത് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് മാറിയിട്ട് ബ്ലോക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇവിടുന്ന് കിക്സ് അടിച്ചു, അല്ലെ, നമ്മൾ അബ്ഡോമിനലിലേക്ക് കിക്സ് അടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ ഫേസിലേക്ക് തന്നെ പഞ്ച് ചെയ്യണം. അപ്പൊ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ പഞ്ചിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് ഒഴിഞ്ഞു മാറിയിട്ട് പഞ്ച് ബ്ലോക്ക് ഒരേ സമയത്ത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഫേസിലേക്ക് തിരിച്ച് കൗണ്ടർ പഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്തിട്ട് നമ്മൾ ആളെ താഴേക്ക് ഒന്ന് ത്രോ ചെയ്യുന്നുണ്ട്, ഒന്ന് വീഴ്ത്തുന്നുണ്ട്. അപ്പൊ ഒരു 3 മൂവ്മെന്റുകളാണ് ഈ ഒരു കോംബോയിൽ വരുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് മൂവ്മെന്റിൽ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ടാ, ഇതുപോലെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ലെഗ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അവള് പുറകിൽ വെച്ചിരിക്കുന്ന കാല് ഈ ഒരു സൈഡിലേക്കാണ്, ബോഡി ഒന്ന് ഈ പഞ്ചിന്റെ ഡയറക്ഷനിൽ ഓപ്പണന്റ് ബോഡി ഒന്ന് തിരിച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. കാരണം നേരെ വന്നിട്ടല്ല ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മൂവ്മെന്റ് അതൊന്ന് ചെയ്ത് നോക്കാം. പഞ്ച് ചെയ്യുന്നുണ്ടാ, പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ബ്ലോക്ക് ചെയ്തു. അപ്പം ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ലെവലിൽ നിന്നും മാറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഈ ഒരു കൈ റിലീസ് ചെയ്തിട്ട് ഫേസിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് പഞ്ച് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് ഇത് വെറുതെ പോലും നമുക്ക് ഫേസിലേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ശരിക്കും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ലൊരു ഇഞ്ചുറി പറ്റും. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. പഞ്ചെടുത്ത് ഓക്കെ, ഇതിലേക്ക് ഒരു പഞ്ച് വരുന്നു. അപ്പൊ ആ പഞ്ച് വരുന്ന സമയത്ത് പഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്തൊരു മൂവ്മെന്റ് വരുന്നത് പഞ്ച് ചെയ്ത് ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു മൂവ്മെന്റ് വരുന്നത് ലെഗ് എടുത്തിട്ട് ഉള്ളിലേക്ക് കട്ട് ചെയ്യുവാണ്. ആ ഒരു മൂവ്മെന്റ് കൂടി ചെയ്തു. കണ്ടാ, ഇതെടുത്ത് ഇവിടെ ഉള്ളിലേക്ക് ഒന്ന് കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ഇതാക്കി ലെഗ് ഒന്ന് പുഷ് ചെയ്തിട്ട് ചെയ്തിട്ട് കണ്ടാ, ഈ ഒരു കട്ടിങ്ങിൽ തന്നെ നമ്മുടെ ബോഡി ഒന്ന് പുറത്തേക്കൊന്ന് ബെൻഡ് ആവുന്നുണ്ട്. കാരണം നമ്മുടെ ഈ നീട ജോയിന്റ് ഒന്ന് ഉള്ളിലേക്കൊന്ന് മടക്കിക്കൊണ്ട് ഒന്ന് മടങ്ങി പോകുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റാൻഡിങ് ബാലൻസ്, കാരണം നമ്മുടെ ഈ എതിരാളിയുടെ സ്റ്റാൻഡിങ് ബാലൻസ് അപ്പൊ തന്നെ ഓൾറെഡി ഫ്ലോറിൽ നിന്ന് പോയി. കാരണം നമുക്ക് ഇങ്ങനെ നേരെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു ബാലൻസ് വരുന്നത്, അല്ലെ. അപ്പൊ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ഉണ്ടാ, ഈ ഒരു മൂവ്മെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാലൻസ് പോയി നമ്മൾ ഒരു ഹാഫ് ബാലൻസിലാണ്. അപ്പൊ ഈ മൂവ്മെന്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാവുന്നത് അടുത്തത് നമ്മൾ താഴേക്ക് ഒന്ന് ത്രോ ചെയ്യുക എന്നുള്ളത്, ഒന്ന് തള്ളി ഇടുക എന്നുള്ളത്. അപ്പൊ ആ ഒരു മൂവ്മെന്റ് വരുമ്പോഴത്തേക്കും ചെയ്തു ഓക്കെ. ഇവിടുന്ന് താഴേക്കൊന്ന് തള്ളിയിടുക. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം ചെയ്യുന്നത് 1 by 1 ആയിട്ട് ചെയ്യാം, നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് പഞ്ച് മാത്രം ചെയ്യുന്നു. ആ ഒരു സമയത്ത് ഡയറക്ഷൻ മാറ്റിയിട്ട് ബ്ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം ഫേസിലേക്ക് പഞ്ച് ചെയ്യുന്നു. പിന്നെ അടുത്ത മൂവ്മെന്റ് ലെഗ് കട്ട് ചെയ്തിട്ട് താഴേക്ക് ഇടുന്നു. അപ്പൊ ഫസ്റ്റ് മൂവ്മെന്റ് ആയിട്ട് നമ്മൾ വേണ്ട ഇവിടുന്ന് പഞ്ച് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്തു, സെയിം ഇവിടെ അറ്റാക്ക് ചെയ്തു. അടുത്തത് വേണ്ട ലെഗ് ഇവിടുന്ന് കട്ട് ചെയ്ത് നമ്മുടെ ബാലൻസ് ഔട്ട് ആക്കി. ഇനി ഇവിടുന്ന് ഓക്കെ താഴെ തള്ളിയിരുന്നു. ഇനി മറിച്ച് വരുന്നത് ഇപ്പൊ ഒരു അല്പം ഒരു സോഫ്റ്റ് ആയിട്ടാണ് വീണത്. പക്ഷെ ഇത് നാച്ചുറലി ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഫോഴ്സ് തന്നെ കൊടുക്കാൻ സാധിക്കും. കാരണം എതിരാളിക്ക് ഒരു ഇതും കൊടുക്കാതെ, ഒരു അവസരം കൊടുക്കാതെ നമുക്ക് നല്ല രീതിയിൽ അടിക്കാൻ പറ്റും. ഇപ്പൊ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫസ്റ്റ് ടൈം പഞ്ചടിക്കുന്ന സമയത്ത് ജസ്റ്റ് നമുക്കൊന്ന് മാറിയിട്ട് പറഞ്ഞ് നല്ല ഫോഴ്സ് കിട്ടും. നമ്മൾ ഈ പഞ്ചടിക്കുന്ന ഫോഴ്സിൽ തന്നെ ഓപ്പണിന്റെ ആ ഒരു അത്യാവശ്യം ഒരു റിലേ പോകും. ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് കൂടി ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പുഷ് ചെയ്ത് താഴെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഈ ഹെഡ് അടക്കം താഴെ അടിച്ചു പോയി നല്ല രീതിയിൽ ഇഞ്ചുറി സംഭവിക്കും. അപ്പൊ ഇതും നന്നായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളൊരു പാർട്ട്ണറെ കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സെൽഫായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പം ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇത് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ ഫ്ലോറ് പരമാവധി ഒഴിവാക്കിയിട്ട് ഞങ്ങളൊരു മണല അല്ലെങ്കിൽ പുല്ല് പോലുള്ള ഒരു മൈതാനം പോലത്തെ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അധികം ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം ചെയ്യുമ്പോഴത്തേക്ക് സോഫ്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.